റേസിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാരാരുമില്ല. ഇത് ഇന്ത്യയിലുള്ള 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി 34 റൈഡേഴ്സ് വരുന്നത് വിദേശത്തു നിന്നാണ്. അതായത് ഈ റേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഇൻ്റർനാഷണൽ ഇവൻ്റാണ്. നമ്മളിപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയി റേസ് കാണുന്ന അതേ ഒരു ഫീലോട് കൂടിയിട്ട് നമുക്ക് കേരളത്തിൽ കോഴിക്കോട് കാണാൻ പറ്റുന്നുള്ളതാണ്. കാരണം ഇതിൽ ഓടിക്കുന്ന ഫുള്ളും ഫോറിനേഴ്സാണ്. 15 രാജ്യങ്ങളിൽ നിന്നായിട്ട് വേൾഡ് ചാമ്പ്യന്മാരടങ്ങുന്ന ഒരു റേസിംഗ് സംഘം തന്നെ കേരളത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവർ പിറ്റാണ് ഇപ്പോൾ ഈ സ്ഥലം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. 6 ടീമാണ്, പല കാറ്റഗറികളിലായിട്ട് 6 ടീമുകളാണ്. ഈ 6 ടീമിലുള്ള റൈഡേഴ്സ് എന്ന് പറയുന്നത് എക്സ്പേർട്ടായിട്ടുള്ള ഓരോ രാജ്യത്തും ആ രാജ്യത്തിൽ പല ചാമ്പ്യൻഷിപ്പും വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ഗംഭീര റേസിംഗ് ടീമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന സമയത്ത് നമുക്ക് കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു റേസിംഗ് ആയിരിക്കും. അതായത് അത്രയും മനോഹരമായിട്ട് അവർ ബൈക്കുകൊണ്ട് മത്സരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതപ്പോൾ നമ്മൾ പണ്ടൊക്കെ റേസ് എന്ന് പറയുമ്പോൾ പോലീസുകാരൊക്കെ ഓടിച്ചു വിടുന്ന ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. സത്യത്തിൽ ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഈ റേസിന് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ട്, അവരുടെ NOC ഉണ്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് വളരെ അതന്നെ മതി. അതിനപ്പുറത്തേക്ക് പിന്നെ ഇവിടെ ടൂറിസത്തിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ട്, ടൂറിസം NOC തന്നിട്ടുണ്ട്. അതായത് നമുക്ക് വിദേശികളൊക്കെ വരുന്നതാണ്. ഒരുപാട് വിദേശികൾ വരുന്നുണ്ടും വേൾഡിൽ അറിയപ്പെടുന്ന റൈഡേഴ്സ് വരുന്നുണ്ടും കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും കേരളത്തിൻ്റെ പുറത്ത് പല സ്റ്റേറ്റിൽ നിന്നും വരുന്നതുകൊണ്ട് തന്നെ ടൂറിസത്തിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ചിലപ്പോൾ ഒരുപക്ഷെ കോഴിക്കോട് നാളെ മാറിയേക്കാം സ്പോർട്സിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ടൂറിസം അതിന് വലിയ രൂപത്തിലുള്ളൊരു സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. അതല്ലാതെ ഇവിടുത്തെ ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ അതിന് പുതിയ പ്രസിഡൻ്റായിട്ടുള്ള മിസ്റ്റർ P. നിഖിൽ, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് നെക്സ്റ്റ് ലെവലാണ്. അതായത് നമ്മളൊരു പുതിയ ആശയം ഈ കൊണ്ട് പറയുമ്പോൾ, കാരണം ഇത് കേരളക്കാർക്ക് പരിചയമില്ലാത്തതാണ്. ഇവിടുത്തെ പോലീസുകാർക്കായാലും ഇവിടുത്തെ പൊളിറ്റിക്സിനായാലും ഇവിടുത്തെ ഈ ഭരണ സംവിധാനത്തിനൊന്നും അറിയാത്തൊരു സാധനം. പക്ഷേ പുതിയ കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു ആശയം കൊണ്ടുവരുമ്പോൾ 2 കൈകൾ നീട്ടി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ കേരളത്തിന് പലപ്പോഴും പല കാര്യങ്ങളിൽ കാണുന്നത് കേരളത്തിൽ അങ്ങനെ ചെയ്യുന്നതിന് 100 നൂലാമാലകളാണ് എന്നുള്ളതൊക്കെയാണ്. പക്ഷേ എത്ര വലിയൊരു റേസിംഗ് ഇവൻറ്റ് സത്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ വളരെ പിന്തുണയോട് കൂടിയിട്ട്, ഗവൺമെൻറ് മാത്രമല്ല കേട്ടോ, ഏത് കാറ്റഗറിയിൽ നമ്മൾ ആളുകൾ നോക്കുകയാണെങ്കിലും ആ ആളുകളിൽ ഈ നമ്മൾ കാണിക്കുന്ന പ്രോജക്റ്റും അതിൻ്റെ സൈസും